ബിഷപ്പ് രേണു സുധിക്കും അതുപോലെ തന്നെ കിച്ചുവിനും ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ഥലത്തിൻ്റെ പേരിലുള്ള കാര്യം പറഞ്ഞുകൊണ്ട്. ആ ഒരു നോട്ടീസ് കിട്ടിയതിന് പിന്നാലെ കിച്ചു ഉണ്ടെങ്കിൽ തൻ്റെ യൂട്യൂബ് ചാനലിൽ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിനൊന്നും ഇടപെട്ടിട്ടില്ല, പിന്നെ എന്തിനാണ് എൻ്റെ പേരിൽ ഈ കേസുമായിട്ടൊക്കെ മുമ്പോട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറേയധികം പേര് കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നീ ആയിരുന്നു നിൻ്റെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, പക്ഷെ നീ അത് ചെയ്തില്ല, അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നമൊക്കെ നടക്കുന്നത്, നിനക്ക് നട്ടലില്ല, അതുപോലെ തന്നെ നിനക്ക് അങ്ങനെയൊക്കെ കിട്ടിയ വീട് നീയും നിൻ്റെ അമ്മയും കൂടെ ചേർന്ന് ഭയങ്കരമായിട്ട് അവരെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ട് കിച്ചു ആ ലൈവിൽ പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. എന്തായാലും സമയമുണ്ട്, എനിക്കൊരു വീടൊക്കെ വെക്കാൻ സമയമൊക്കെ ഉണ്ട്, എനിക്ക് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ എനിക്ക് നട്ടലിന് കുറവുള്ളതൊന്നുമില്ല, മനസ്സിലായോ? കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് വേണമെങ്കിൽ ഇനിയും വീടൊക്കെ വെക്കാവുന്നേ ഉള്ളൂ, എനിക്ക് വലിയ പ്രായമോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ പിന്നെ കുറേയധികം പേര് എനിക്ക് നട്ടലില്ലെന്നൊക്കെ പറയുന്നതുകൊണ്ട് എനിക്ക് നട്ടലിനൊന്നും ഒരു കുഴപ്പമില്ല, എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ അറിയാം എന്നുള്ള രീതിയിൽ ആ ഒരു ലൈവിൽ വന്നിട്ട് കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഈ ഒരു കിച്ചുവിന് ഭയങ്കര സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവർ പോലും നെഗറ്റീവായിട്ട് കമൻസ് പറയാൻ തുടങ്ങി. ഇത്രയും നാൾ നല്ല വ്യക്തിയാണെന്നാണ് വിചാരിച്ചത്, ഇപ്പം ഇത് രേണുവിനെ പോലെ തന്നെയാണ് സ്വഭാവം, ഇപ്പോഴല്ലേ മനസ്സിലായെന്ന് പറഞ്ഞിട്ട് രേണുവിനും അതുപോലെ തന്നെ കിച്ചുവിനെതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്.